ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസവും ദൈവത്തിൻ്റെ വചനം പറയാൻ സർവശക്തൻ എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതോടൊപ്പം ദൈവവചന കേൾവിക്ക് വേണ്ടി ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി ധന്യത നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും വിഷയത്തിൽ മാനസികമോ ശാരീരികമോ കുടുംബപരമോ സാമ്പത്തികപരമോ ആത്മീകപരമോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഞരങ്ങിയിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം നിങ്ങളെ ഒരുപാട് ബലപ്പെടുത്തട്ടെ. ആ വിഷയങ്ങൾക്കകത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ. മാനസിക സമ്മർദ്ദങ്ങൾക്കെല്ലാം ദൈവമായ കർത്താവ് ഒരു അതിരിടട്ടെ എന്നെല്ലാം ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് തരുന്ന അവകാശത്തെ, അധികാരത്തെ, അവസരത്തെ ഒത്തിരി സ്നേഹത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അതെനിക്ക് നൽകുന്ന മഹാദൈവത്തിന് ഞാൻ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും എല്ലാം കരയറ്റിക്കൊണ്ട് ഞാൻ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കാൻ ആഗ്രഹിക്കുന്നത് 104 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യമാണ്. ഞാൻ ആ വാക്യം വായിക്കാം. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം അവയ്ക്ക് കടന്നുകൂടാത്ത ഒരതിര് ഇട്ടിരിക്കുന്നു. എന്നാണ് പറയാം. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടിരിക്കുന്നു. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദൈവം ഭൂമിയെ അസാധാരണമായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും കരുതുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് വിശുദ്ധ ബൈബിളിൽ പല ഭാഗത്തു നിന്ന് ഞാൻ ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് ദൈവം പാർക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഭൂമി. അത്ര മനോഹരമാണ്. ഈ പ്രപഞ്ചത്തിലെ മറ്റിതര ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വളരെ മനോഹരിയായി ദൈവമായ കർത്താവ് ഇവിടെ സസ്യജാലകങ്ങൾ കൊണ്ടും ഇവിടുത്തെ മനോഹാരിത കൊണ്ടും കാറ്റും കുളിരും ഋതുഭേദങ്ങളും പച്ചപ്പും വയലേലകളും ഇവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ആറും തോടും നദിയും കാറ്റും എല്ലാമായി അത്രയ്ക്ക് സുന്ദരമായി കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നൊരു ഗ്രഹം വേറെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ആ ഭൂമി. അതുകൊണ്ട് മനുഷ്യൻ്റെ പാർപ്പിടം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യനെ എത്രത്തോളം ദൈവം കരുതുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ അവൻ്റെ പാർപ്പിടത്തെയും ദൈവം സംരക്ഷിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനതിനെ റെഡ്യൂസ് ചെയ്ത് പറയാം. ഈ ഭൂമിയെ എന്നുള്ളതിനേക്കാൾ അപ്പുറം നമ്മൾ ദൈവത്തിന് പ്രിയരാണെങ്കിൽ നമ്മുടെ പാർപ്പിടത്തെക്കുറിച്ച്, നമ്മുടെ ഭവനത്തെക്കുറിച്ച്, നമ്മുടെ പ്രോപ്പർട്ടിയെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. ദൈവം അത് സംരക്ഷിച്ചോളും. നാം ദൈവത്തിന് പ്രിയരായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തെ മറന്നിട്ട് നമ്മുടെ പാർപ്പിടത്തെയും നമ്മുടെ ഭൂമിയെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട സമയം പോലും കൊടുക്കാതെ ഈ മണ്ണിൽ നമ്മൾ ജീവിതം കഴിച്ചു കൂട്ടിയാൽ നമുക്കുള്ളതുപോലെ പോലും നഷ്ടപ്പെടാനാണ് സാധ്യത. എന്നാൽ നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നമുക്കുള്ളതിനെ സംരക്ഷിക്കുമെന്നുള്ളതിന് ഒത്തിരി തെളിവുണ്ട്. അതിന്ന് ഞാൻ തെളിവുകൾ നിരത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ 104 സങ്കീർത്തനത്തിൽ തന്നെ എൻ്റെ ചിന്തയിൽ ഒരു 7 ആവർത്തിയാണ് ഭൂമിയെ ദൈവമായ കർത്താവ് എത്ര കണ്ട് സംരക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇതാ ഞാൻ പറയാം. 104 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം. ദൈവം ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. 9 വാക്യം. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം അവയ്ക്ക് കടന്നുകൂടാത്തൊരതിന് നിശ്ചയിച്ചിരിക്കുന്നു. 13 വാക്യം. ഭൂമിക്ക് ദൈവത്തിൻ്റെ പ്രവർത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. 15 വാക്യം. ദൈവം ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും എണ്ണയുമെല്ലാം ഉത്ഭവിപ്പിക്കുന്നു. ഇനി അതിൻ്റെ 24 വാക്യം തീരുമ്പോൾ ഭൂമി ദൈവത്തിൻ്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. 30 വാക്യം. ദൈവം ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. 32 വാക്യം. ദൈവം ഭൂമിയെ നോക്കുന്നു. ഈ വാക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭൂമിയോട് അതിയായ ഒരു ബന്ധം ദൈവം പുലർത്തുന്നുണ്ട്, മറ്റിതര ഗ്രഹങ്ങളിലേക്കാൾ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിന് കാരണം ഭൂമിയിൽ ദൈവത്തിൻ്റെ മനുഷ്യനുണ്ട്. അതുകൊണ്ട് ഏറ്റവും ദൈവം ശ്രദ്ധിക്കുന്നത്
ഭൂമിയെയാണ് മറ്റിതര ഗ്രഹങ്ങളെക്കാൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെവിടാണോ ആ സ്ഥലത്തെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, സൂക്ഷിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, യുദ്ധശ്രുതികൾ, കലാപങ്ങൾ, കലുഷിതമായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആഭ്യന്തര കലാപങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ഭയങ്കര വാർത്തകളല്ലേ വരുന്നത്. രാഷ്ട്രങ്ങളെയും രാഷ്ട്രത്തലവന്മാരെയും പോലും മറച്ചിട്ടുകൊണ്ട് കൊള്ളിയും കൊള്ളവെപ്പും കൊലപാതകവും തീവെപ്പും ഒക്കെ നടക്കുമ്പോൾ, അപ്രതീക്ഷിതമായിരിക്കുന്ന ഉന്നം പിഴയ്ക്കാത്ത ശക്തമായ ശത്രുവിൻ്റെ ആയുധങ്ങൾ പലയിടത്തും പ്രയോഗിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ധൈര്യപ്പെടണം. എങ്ങനെ ധൈര്യപ്പെടാനാ പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ, എൻ്റെ വഴി ഇതാണ്. തിരുവെഴുത്ത് എന്ത് പറയുന്നോ അതിൽ നമ്മൾ അമർന്നിരിക്കണം. വചനം പറയുന്നു, നീ പാർക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. നീ അവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ട് എന്ന കാര്യം വിശ്വസിക്കണം. അത് പറഞ്ഞ് ധൈര്യപ്പെടണം. ഓക്കെ, ഭൂമിയുടെ മേൽ ദൈവത്തിന് ഭയങ്കരമായിരിക്കുന്ന സ്വാധീനവും കരുതലും ഉണ്ട് എന്ന കാര്യം തിരുവെഴുത്തിൽ നിന്ന് അധികം വാക്യങ്ങൾ എടുത്ത് പറയാതെ ഞാൻ ഈ 104 സങ്കീർത്തനത്തിൻ്റെ 6-7 വാക്യങ്ങളിലൂടെ പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കുക. എന്നിട്ട് ഈ വാക്യം ഇപ്പോൾ വായിച്ച 9-ാം വാക്യം, ആ വാക്യത്തിൽ പരാമർശിക്കുന്നത് ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന്. എന്ത് മടങ്ങി വരാതിരിക്കേണ്ടതിന്? അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 6-ാം വാക്യം മുതലൊക്കെ വായിക്കണം. വെള്ളം ഭൂമിയിലെ പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. ദൈവം അതിനെ ശാസിച്ചപ്പോൾ അത് ഒഴുകിപ്പോയി. മലകൾ ഒക്കെ പൊങ്ങി, താഴ്വരകൾ താണു. ഈ വെള്ളമെല്ലാം ദൈവം നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൽ സംഭവിച്ച കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ ഭൂമി മുഴുവൻ വെള്ളത്തിൽ മൂടപ്പെട്ട് കിടന്നൊരു കാലമുണ്ട്. നോഹയുടെ ജലപ്രളയകാലത്തും അതിനു മുമ്പെല്ലാം വെള്ളം ഭൂമിയെ മൂടിക്കളഞ്ഞ സന്ദർഭം. ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയാൽ ഈ വെള്ളമെല്ലാം ബന്ധപ്പെട്ട് അതിനു വേണ്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക്, അങ്ങനെ എഴുതിയിരിക്കുന്ന അവയ്ക്ക് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് ദൈവം ഒരു കാര്യം ചെയ്തു. ഓടിപ്പോയല്ലോ, എല്ലാം വാങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ദൈവം അങ്ങ് പൊടിയും തട്ടിപ്പോയില്ല. ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ ശാസനയാലാണെങ്കിലും വാങ്ങിപ്പോയ, ഒഴുകിപ്പോയ, മാറിപ്പോയ ഈ പ്രശ്നങ്ങൾ, അഥവാ ഭൂമിയിലെ പർവ്വതത്തെ പോലും മുക്കിയിട്ടിരുന്ന ഈ പെരുവെള്ളം ഒരവസരം കിട്ടിയാൽ വീണ്ടും മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൽ ഇനി അത് ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് ദൈവം ഒരതിരിട്ടു. പ്രിയപ്പെട്ടവരെ, ചെറിയ സംഭവമാണെങ്കിലും ഒരു ദൂതായി ഞാൻ ഈ വാക്യത്തെ ചിന്തിക്കുമ്പോൾ, സൃഷ്ടിപ്പിൻ്റെ ഭാഗത്ത് ഒരു ചരിത്രമായിട്ടല്ല, ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ള ദൂതായിട്ട് ഞാൻ ഈ വാക്യത്തെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഞാനതിൽ സ്തുതിക്കുന്നു. കാരണം ഭൂമിയിൽ നിന്നല്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ സാഹചര്യത്തിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ മുന്നിൽ നിന്ന്, എൻ്റെ ആത്മീക സാഹചര്യങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ മുക്കിക്കളയാൻ, എന്നെ ഉയർത്താതിരിപ്പാൻ, തലയ്ക്ക് മീതെ പൊങ്ങി നിന്ന എൻ്റെ നന്മകളെപ്പോലും മൂടിക്കളഞ്ഞിരുന്ന ചില വിഷയങ്ങളെ പ്രാർത്ഥനകളിൽ, ഉപവാസത്തിലൊക്കെ അതിനെ ദൈവമായ കർത്താവ് എന്നിൽ നിന്ന് വാങ്ങിപ്പോയി, ഒഴുകി ഡ്രെയിനായി, അതിൽ നിന്ന് ദൂരത്തേക്ക്, അതിനെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് മാറിപ്പോൾ. ആ വാക്കൊക്കെ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. എന്നിലല്ല, എൻ്റെ വീട്ടിലല്ല അതിൻ്റെ സ്ഥാനം, അതല്ലേ അതിന് നിശ്ചയിച്ച സ്ഥലം. പ്രശ്നങ്ങൾക്ക് എൻ്റെ വീട്ടിൽ സ്ഥാനമില്ല, എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല, എൻ്റെ കുടുംബത്തിൽ സ്ഥാനമില്ല, എൻ്റെ കുഞ്ഞുങ്ങളിൽ സ്ഥാനമില്ല. അതിന് നിശ്ചയിച്ച സ്ഥലം ഏതാണോ അവിടേക്ക് പൊക്കോളണം. അവിടേക്ക് പോകുക മാത്രമല്ല, പിന്നെ അത് മടങ്ങി വരരുത്. മടങ്ങി വരാതിരിപ്പാൻ സർവശക്തൻ ഒരതിര് നിശ്ചയിച്ചു. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തെ പകുതി പിന്നിടാൻ തുടങ്ങുന്ന സമയം ചില വിഷയങ്ങൾ, 2 വാചകങ്ങൾ ഞാൻ ഈ വാക്യത്തിൽ, ഈ ഭാഗത്ത് കാണുക. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ സ്ഥാനമില്ലാത്ത ചിലത് എന്നിൽ നിന്ന്, എൻ്റെ സാഹചര്യത്തിൽ നിന്ന് വാങ്ങിപ്പോണം.
ആ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, മാറിപ്പോണം. അതിൻ്റെ സ്ഥലം എവിടെ, അങ്ങോട്ട് പൊക്കോളണം. ഈ രോഗത്തിന്, ഈ പ്രയാസത്തിന്, ഈ കൂടെ കലഹമുണ്ടാക്കുന്ന പിശാചിന്, എൻ്റെ ജീവിതത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ദുഷ്ടശക്തികൾക്ക്, പ്രതിസന്ധികൾക്ക്, എന്നെ മുക്കാൻ നോക്കുന്ന, എന്നെ ഒതുക്കാൻ നോക്കുന്ന, എനിക്ക് തലയ്ക്ക് മീതെ വരാൻ പ്ലാൻ ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഇനി അതിൽ സ്ഥാനമില്ല. അതിനെ ദൂരത്തേക്ക് ദൈവമായ കർത്താവ് ഒഴുക്കിക്കളയണം. എന്നിട്ടത് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. ദൈവമായ കർത്താവ് തൂത്തുവാരി കളഞ്ഞതൊന്നും പിന്നെ മടങ്ങി വരാതിരിപ്പാൻ നമുക്കൊന്നും ചെയ്യാനില്ല. ദൈവം അതിനൊരു അതിരിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം, ചില വിഷയങ്ങൾ മടങ്ങി വരരുത്. ദൈവം ഒഴിവാക്കിയ, ദൈവം മാറ്റിക്കളഞ്ഞ, ദൈവം അതിൻ്റെ സ്ഥലത്തേക്ക് അതിനെ പറഞ്ഞു വിട്ട, ദൂരത്താക്കി കളഞ്ഞ വിഷയങ്ങൾ ഇനി മടങ്ങി വരരുത്. മടങ്ങി വരാൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കരുത്, താണുകൊടുക്കരുത്, മടങ്ങി വരരുത്. അതിന് ദൈവം ഒരു അതിരിട്ടിട്ടുണ്ട്. അതിരിനിപ്പുറത്തേക്ക് വരരുത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഈ വാക്യത്തിൽ നിന്ന് ചിന്തിച്ചുകൊള്ളുക. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഓരോരോ പ്രശ്നങ്ങൾക്ക് അതിന് നിശ്ചയിച്ച സ്ഥലമുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിലല്ല, ഞങ്ങളുടെ വീട്ടിലല്ല, ഞങ്ങളുടെ കൂട്ടായ്മകൾക്കകത്തല്ല. അതിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോട്ടെ. ഇനി അതൊരിക്കലും മടങ്ങി ഞങ്ങളിലേക്കോ ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്കോ ഒന്നും വരരുത്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൽ നിന്ന് പ്രകാശിപ്പിച്ച് കിട്ടിയ ദൂത് വെച്ച് എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. നന്മയുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ. മടങ്ങി വരാത്ത ചില അതിരുകൾ ഈ ദൂത് കേട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം നിശ്ചയിക്കട്ടെ. അത് ദൈവമേ നന്മയായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.